അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ജുമാഅത്തെ നാളിൽ ചില ആൾമാർക്ക് ഒരു ആദത്തുണ്ട്. എന്നത് പള്ളിയിൽ പോകേണ്ടത് ലേറ്റായിട്ട് പള്ളിയിൽ പോകണം. മനുഷ്യന്മാരെല്ലാം പള്ളിയിൽ ഭർത്തിയായിട്ട് ആ സന്ദർഭത്തിൽ പള്ളിയിൽ കടക്കിടാവും. എന്നിട്ട് നമുക്ക് എതിർ വെഴുതിക്കണം. ലേറ്റ് വന്നാൽ എന്നിട്ട് എതിർ വെഴുതിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചൂട്ടിയിട്ടും എല്ലാവരും ഉപദ്രാക്കിയിട്ട് പോയിട്ട് എതിർ പോയി ഇങ്ങനെ അഭിപ്രായപ്പെടുമ്പോൾ പ്രസിറ്റുണ്ടാണ്. ഇത്തരത്തിലുള്ള ആൾമാരെ സംബന്ധിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് എതിർത്ത് ഇത് നിങ്ങൾ കാട്ടതായ ഒരു അശിസ്തുമായിരിക്കണം. ഇസ്ലാമിൽ ചിലത് നല്ല ശിസ്തുബദ്ധമായ ഒരു ദീനും ജുമാ ചിലത് മുസ്ലിമിനെ ഒരു ശിസ്തിരെ ഗൈർ മുസ്ലിമോ കാട്ടതായ ഒരു നാളായിട്ട് രണ്ടത്തെ നാൾ ഇങ്ങനത്തെ ഒരു നടത്തക്കെട്ട പണിയെടുക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പണിയായിരിക്കും. നമുക്കൊരു ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയിട്ടുണ്ട്. ജാഅ റജുലുൻ യതഖത്ത റികാബൻ നാസി യൗമൽ ജുമുഅ. ജുമുഅത്തെ നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിങ്ങനെ അയാളെല്ലാവരെയും പെരടി ചവിട്ടിയിട്ട് ഉപദ്രവിക്കാനായിട്ട് എതിർ വന്നിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസ് ഫഖദ് ആദൈത വഅനൈത. ഏയ് നീ ലേറ്റ് വന്നോ, മനുഷ്യന്മാരെ തൊന്തരാക്കിയിട്ടില്ലേ, ദൈ അവിടെ ചെന്ന് ആനയിത്തന്നെ താഹർത്ത് നീ എന്താക്കിയ ലേറ്റാക്കി വന്നില്ല എന്തെങ്കിലും എതിർത്ത് സീറ്റ് വേണം, അതുകൂടെ നടക്കല്ല, ദൈ അവിടെ ചെന്ന് അവിടെ വിളിച്ചിട്ട് ദൈവാട്ടിന് അവിടെ ശക്തമായിട്ട് ആ വിഷയത്തിൽ വിഷയം ചെന്നിട്ട് അവിടെ ദൈവമായിട്ടാണ് വന്നാണ്ട് ദൈവമായിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് ലേറ്റായിട്ട് വേണ്ട എന്നിട്ട് എതിർ വന്നതിലേക്ക് പ്രയത്നങ്ങളെ ഞാൻ ലേറ്റായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ പിള്ളത്തിലേക്ക് കാണാതെ അവിടെ എതിർ വേണ്ടേ. ഇത് പല ആൾമാരുടെ ചെയ്ത് കാര്യമായിട്ട് വിഷയം എല്ലാവരും എത്തുപാട്ടും. ഈ ഒരു ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ ചെല്ലാതെ വിസ്തസ്നാമിൻ ദാലിക ഇതിൽ നിന്നിട്ട് ചില ആൾമാരെ പുറപ്പെടുക്കപ്പെട്ടതിൽ ഒന്നായിരിക്കും ഇമാമും ചില മനുഷ്യന്മാർ ചെല്ലാറ് ഈ ഉസ്താദ്മാരുടെ വായിച്ചല്ലാതെ അങ്ങനെ പണ്ട് ഫലിയായിട്ടുണ്ട്. ചെന്നെങ്കിൽ ഹത്തീബ് പണ്ട് ലേറ്റിട്ട് ഇല്ല. അപ്പോൾ ഇമാമും അങ്ങനെ വളരെ സുന്നത്തായിരിക്കും. ഇമാമ് വന്നിട്ട് തഹിയ്യത്ത് പോലെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പള്ളിക്ക് ബറ റൂമിൽ നിന്നിട്ട് പള്ളിക്ക് വന്നിട്ട് ഡയറക്റ്റ് ഉണ്ടാവും ഉത്തുപത്തിയെ കയറായിട്ട് ഇമാമു ആനായിട്ട് ഇസ്ലാം ഏൽപ്പിച്ചത്. പിന്നെ മങ്കാന ബൈന യദൈഹി ഫുർജത്തും ഒരാൾ അയാൾ പള്ളിക്ക് വന്നപ്പോൾ കുറേ ഇട കണ്ട് സപ്പുടെ ഇടയിൽ ഇട വെച്ചതാണ് മനുഷ്യന്മാർ. എങ്കിൽ ആ ഇട വൃത്തിയാക്കുമായിട്ട് അവർക്ക് എന്താക്കുക ഒന്നോട് പറ. അങ്ങനത്തെ ചില ആൾമാരുള്ളത് അങ്ങനെ പള്ളിക്ക് വന്നിട്ട് കുറേ പക്ക വേണം നമുക്ക് ഇടത്ത സൈഡിലും വലത്തെ സൈഡിലും ഒന്നും പക്ക വേണം. അവരുടെ പക്ക ആക്കിയിട്ട് അകമാക്കി തേക്കേ എന്തിനാണ് അങ്ങനെ പക്ക വയ്ക്കണേ, അങ്ങനെ ചെയ്യാതെ പക്ക വയ്ക്കും. എന്നാൽ എത്ര മനുഷ്യന്മാർക്ക് സൗകര്യമാക്കി കൊടുക്കും. ചില പള്ളിയിലെല്ലാം ധാരാളം പക്കയ്ക്ക് ആയെങ്കിലും ഇന്നത്തെ പക്ക മനുഷ്യന്മാരെല്ലാം തീർന്നു മഞ്ഞ് കഴിഞ്ഞാൽ നിസ്കരിക്കും. അത് എന്തുകൊണ്ട് നീ ഈ വേഗം വന്നാൽ എന്താക്കില്ലേ കറക്റ്റായിട്ട് മുട്ടമുട്ടായിട്ട് തേക്കില്ലേ അങ്ങനെ സൗകര്യം വർദ്ധിച്ചുള്ളൂ ഇടപെട്ടില്. അപ്പോൾ ഇടപെടുന്നതും തപ്പായിരിക്കും. അതുകൊണ്ട് ഈ ഇടപെട്ടുണ്ടായാലും നമുക്ക് എന്താ ധൈര്യത്തിൽ തേക്കാം. അത് അങ്ങനെ മിസ്റ്റേക്ക് ആയതുകൊണ്ട്. പിന്നൊരു മനുഷ്യ പക്കത് മൂന്നാമത്തെ ഒരാൾക്കും എന്താക്കി ഇസ്ലാം അതൊക്കെ റിയായത്തി കൊടുത്തു. അയാളെതിരെ ഒരാൾ അയാൾ വേഗം വന്നിട്ട് പള്ളിയിൽ തെച്ചത്. പക്ഷെ അയാൾക്ക് എന്തോ ആവശ്യത്ത് ചിലപ്പോൾ ടോയ്ലറ്റ് പോയിട്ട് എന്തെങ്കിലും ആവശ്യത്തായാലും എന്തായിട്ട് പുറത്ത് പോയിട്ട് എന്നിട്ട് റൂമിൽ എടുത്തിട്ട് പാടെ തിരിച്ചു വന്നത്. എങ്ങനെ തിരിച്ചു വന്നിട്ട് അതേ പക്കത്ത് പോയാലും തേക്കാം. അവിടെ എന്തെങ്കിലും ടവല എന്തെങ്കിലും വെച്ചിട്ട് അവിടെ വൃത്ത വെച്ച് പോകാൻ ടൈം തിരിച്ചിട്ട് വന്നിട്ട് ആ പക്കത്ത് തേക്കാനേക്ക് തൊന്നരില്ല. ഈ മൂന്നാൾക്കാർക്ക് ഇസ്ലാം എന്താക്കി റിയായത്ത് കൊടുത്തു. പിന്നെ നാലാമത്തെ ആളും കൂടിയുള്ളൂ. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ചൊല്ലി തഖത്തു റിഖാബൻ നാസി അല്ലദീന യഖഅദൂന അലാ അബ്വാബിൽ ജവാമി യൗമൽ ജുമുഅ ഫഇന്നഹു ലാ ഹുർമത ലഹും. നേരത്തെ ചെന്ന ആളെ പെട്ടാലെ അത് ചില ആൾമാറുകളാണ്. അങ്ങ് പള്ളിയുടെ ചെറു വായിൽ ഞാൻ തെച്ചുള്ളൂ അങ്ങനെ സൗകര്യം പോലെ ഇങ്ങനത്തെ പക്കുള്ളൂ. എങ്കിലും എന്താക്കണേ പള്ളി വായിൽ ഞാൻ തെച്ചുള്ളൂ. മനുഷ്യന്മാർ അവിടെ പോകുമ്പോൾ ഞാൻ തെച്ചത് അങ്ങനത്തെ ആളെ പേരുടെ ചോട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ഒരു ശിസ്തില്ലാത്തൊരു നടപടിക്കായിരിക്കണം ആക്കേണ്ടില്ലേ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾമാരെ പേരുടെ ചോട്ടിലേക്ക് തൊന്തരല്ലാണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കുന്നു. ഇങ്ങനായിട്ട് ഞങ്ങളെ ഇമാം ജുമാഅത്ത് കണ്ട ആൾമാർ നല്ല ശിസ്തുബദ്ധമായിട്ട് വേഗം വന്ന് തെക്കുമ്പോൾ അങ്ങനെ സൗകര്യം തേക്കാട്ടെ ആയത്തെ മുട്ടമുട്ടായിട്ട് തെക്കാം. അതുപോലെ ബാക്കി ലേറ്റ് വേണ്ടെങ്കിൽ അങ്ങനെ അനക്ക് കിറ്റിയ പക്കത്തങ്ങ് തേക്കാറില്ലാണ്ട് അങ്ങനെ മുന്നൂറ് വേണ്ടേ എതിർ വേണ്ടേ ലാസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് വന്ന് തേക്കുക. ആ ഒരു സ്വഭാവം എന്താക്കണം ഗുണമോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലെ ഹദീസിൽ ചൊല്ലി ഇങ്ങനെ വേണ്ട ആൾമാർ യഥാർത്ഥത്തിൽ അയാൾ എന്താക്കിയുണ്ടോ നരകത്ത് ഏണി വെച്ചിട്ടുണ്ടോ. ഖിയാമ ദിവസത്തിൽ നരകത്തിൽ അയാൾ ഏണിയാക്കിയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് വെക്കരുത്. ഈ മനുഷ്യന്മാർ ഇടങ്ങനാക്കി വെക്കുന്നതായ സ്റ്റെപ്പുള്ളത് ഓരോ സ്റ്റെപ്പും അത് നരകത്തിൽ ഏണിയായിട്ട് വെക്കുന്നത് സ്റ്റെപ്പായിട്ട് ഹദീസിൽ. അപ്പോൾ അത്തരം ഞങ്ങളുടെ ആ വിഷയത്തിൽ ഗംഭീരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എച്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തപ്പ ഒരിക്കലും ആ പ്രവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തെ ജുമാഅത്തിൽ വേഗം പോകേണ്ട ആൾമാരെ കൂട്ടത്തിൽ അല്ലാഹു നൽകപ്പെട്ടു. ഈ ഒരു സന്ദേശം എല്ലാവരും എത്തുപാട്ടു കുറേ ആൾമാരെ അങ്ങനത്തെ തപ്പലാക്കിയിട്ടുള്ള അല്ലാഹു നമുക്ക് എല്ലാവരും ധാരാളം ഖൈറും ബറക്കത്തും ചെയ്താണ്. ആമീൻ.